UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നാളെ മുതൽ തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സൗജന്യ യാത്രാ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. അതേസമയം പ്രതിപക്ഷം ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും. പദ്ധതി ആളെ പറ്റിക്കലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. UDF പ്രകടന പത്രികയിലെ വലിയ വാഗ്ദാനങ്ങളിലൊന്നാണ് നാളെ യാഥാർത്ഥ്യമാകുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും യാത്ര സൗജന്യമാകും. 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് 0 നിരക്കുള്ള സീറോ ടിക്കറ്റ് നൽകും. കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും ടിക്കറ്റിൽ രേഖപ്പെടുത്തണം. തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യമന്ത്രിയും വനിതാ മന്ത്രിമാരും തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ ആദ്യ യാത്രയുടെ ഭാഗമാകും. പെരുമ്പാവൂർ ഡിപ്പോയിലെ ഷീലയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസിന്റെ സാരഥിയാകുക. KSRTCയിൽ PSC വഴി നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഡ്രൈവറാണ് ഷീല. അതേസമയം ചടങ്ങിൽ വിട്ടുനിൽക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. സ്ത്രീകൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്രയെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ പദ്ധതി ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രം ചുരുക്കിയതാണ് നിസ്സഹകരണത്തിന് കാരണം. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും അവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലേ? ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്. പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനം പ്രതിപക്ഷം തിരുത്തണമെന്ന് മന്ത്രി CP ജോൺ ആവശ്യപ്പെട്ടു. ബഹിഷ്കരിക്കരുത് എന്ന് ഞാൻ ഔപചാരികമായി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇത് തൊഴിലാളി സ്ത്രീകൾക്ക് ലഭിക്കുന്ന, സാധാരണക്കാരായ വർക്കിംഗ് വിമൻ ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി അതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ CPIM-നോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അവർ വിട്ടുനിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ചരിത്രപരമായ വെട്ടിത്താവരുന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ടിക്കറ്റ് വിതരണം സംബന്ധിച്ച് കണ്ടക്ടർമാരുടെ പരിശീലനവും പൂർത്തിയായിട്ടുണ്ട്. സൗജന്യ യാത്ര സംബന്ധിച്ച മാർഗനിർദ്ദേശവും KSRTC പുറത്തിറക്കി. സ്ത്രീകൾക്കൊപ്പമുള്ള 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് നിർബന്ധമാണ്. സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകൾക്ക് 15 കിലോ വരെയുള്ള ലഗേജും സൗജന്യമായി കൊണ്ടുപോകാം. സൗജന്യ യാത്രാ ബസ്സുകൾ തിരിച്ചറിയുന്നതിന് പ്രിയദർശിനി എന്നെഴുതിയ സ്റ്റിക്കറുകളും ബസ്സുകളിൽ പതിപ്പിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.